ഇപ്പോൾ മുൻ തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ അനന്തഗോപൻ, നമസ്കാരം. ഇപ്പോൾ ശബരിമല ഭക്തജന തിരക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ എങ്ങനെ നിയന്ത്രണ വിധേയമായി തന്നെ തുടരുകയാണ്. അപ്പോഴും പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കുടിവെള്ളത്തിൽ പോലും നൽകുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊക്കെ എത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ ഇതിൽ? തീർത്ഥാടനത്തിന് മുൻപായി തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട ദേവസ്വം അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ സാധാരണഗതിയിൽ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെടാനിടയുണ്ട്. ആദ്യ ദിവസം ഉണ്ടായത് തന്നെ കണക്കിൽ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തുകയും ആ എത്തിയ അയ്യപ്പ ഭക്തന്മാരെ തന്നെ കൃത്യമായി 18 പടി കടത്തിവിടുന്നുണ്ടായിട്ടുള്ള ചില കാലതാമസമൊക്കെയാണ് പ്രശ്നങ്ങൾക്കിടയായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് മറ്റു ക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്തി തിരികെ പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെയല്ല അയ്യപ്പന്മാർ വരുന്നത്. ചിലപ്പോൾ 3, 4, 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ കാത്തു വെക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുവാൻ അതാണ് ആ 18 പടിയിലൂടെ കയറ്റിവിടാവുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിന് ഒരു നിശ്ചിത എണ്ണമുണ്ട്. അപ്പൊ അതനുസരിച്ച് മാത്രമേ അവിടെ പ്രവേശിക്കാനുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക എന്ന് പറയുന്നത് അത് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 18 പടിയിലൂടെ അയ്യപ്പ ഭക്തന്മാരെ കടത്തിവിട്ടതിൽ പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാലതാമസം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ക്രമീകരണം കുടിവെള്ളം അടക്കമുള്ള മറ്റു ക്രമീകരണങ്ങളെല്ലാം അവിടെ വേണ്ടവിധം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ എന്താണ് അനുഭവത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വളരെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ 75,000 70,000 5,000 നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. അത് വളരെ സുഗമമായി 75,000 പേരെ വളരെ സുഗമമായി ദർശനം നടത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുടെ ഒരു ദിവസം പ്രത്യേകിച്ച് ഇപ്പോൾ 20 മണിക്കൂറോളം ദർശനത്തിന് അനുവദിച്ചിട്ടുണ്ട്. ആ 20 മണിക്കൂറിൽ വളരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ 75,000 പേർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാവും. അപ്പോൾ അത് മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോഴുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.